ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ചിത്രകേതുവിൻ്റെ ഭക്തിനിർഭരമായ സ്തുതി കേട്ട് സന്തുഷ്ടനായ സംഘർഷണമൂർത്തി ചിത്രകേതുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. ശ്രീശുക ഉവാച 49-ാമത്തെ ശ്ലോകം. സംസ്തുതോ ഭഗവാൻ ഏവം അനന്തഃ തം അഭാഷത വിദ്യാധരപതിം പ്രീതഃ ചിത്രകേതും കുരൂദ്വഹ. ഹേ കുരൂദ്വഹ, കുരുവംശജനായ പരീക്ഷിത്തെ, ഏവം സംസ്തുതഃ, ഈ വിധത്തിൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ സർവജ്ഞനായ അനന്തഃ, ആ സംഘർഷണമൂർത്തി, വിദ്യാധരപതിം, വിദ്യാധരന്മാരുടെ അധിപതിയായ തം ചിത്രകേതും, ആ ചിത്രകേതുവിനോട് പ്രീതഃ, സന്തുഷ്ടനായി ഇപ്രകാരം അഭാഷത, അരുളി ചെയ്തു. ഇനി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ശ്രീ ഭഗവാൻ ഉവാച 50-ാമത്തെ ശ്ലോകം. യത് നാരദ അങ്കിരോഭ്യാം തേ വ്യാഹൃതം മേ അനുശാസനം സംസിദ്ധഃ അസി തയാ രാജൻ വിദ്യയാ ദർശനാത് ച മേ. ഹേ രാജൻ, ഇത് ചിത്രകേതുവിനെ അഭിസംബോധന ചെയ്യുകയാണ്. നാരദ അങ്കിരോഭ്യാം, നാരദനാലും അങ്കിരസ്സിനാലും, മേ എന്നെക്കുറിച്ച്, യത് അനുശാസനം, യാതൊരു ഉപദേശം, തേ വ്യാഹൃതം അങ്ങേക്ക് ഉപദേശിക്കപ്പെട്ടിരിക്കുന്നുവോ, അതുകൊണ്ടും, തയാവിദ്യയ ആ ഒരു വിദ്യ കൊണ്ടുള്ള സാധന ഉപാസന ചെയ്തതിനാൽ, അതിനുശേഷമുള്ള മേ ദർശനാത് ച എൻ്റെ ദർശനം കൊണ്ടും താങ്കൾ സംസിദ്ധഃ അസി നല്ലൊരു സിദ്ധനായി ഭവിച്ചിരിക്കുന്നു. ചിത്രകേതുവിന് ആ താത്വികമായ ബോധം ഉണ്ട് എന്ന് സംഘർഷണമൂർത്തിക്ക് മനസ്സിലായി. എങ്കിലും ആ ബോധത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ഭഗവാൻ തന്നെ ചിത്രകേതു പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് തിരിച്ച് ഒരു ഉപദേശ രൂപേണ പറയുകയാണ്. അടുത്ത 14 ശ്ലോകങ്ങൾ ആ ഉപദേശമാണ്. 51-ാമത്തെ ശ്ലോകം. അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവനഃ ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമ ഉഭേ ശാശ്വതീ തനു. സർവഭൂതാനി, സകല ചരാചരങ്ങളും, അതുപോലെ തന്നെ ഭൂത ആത്മ, അവരെ നിലനിർത്തുന്ന ആ ചരാചരങ്ങളുടെ അന്തര്യാമിയും അഹം വൈ, രണ്ടും ഞാൻ തന്നെയാണ്. പ്രപഞ്ചത്തിൽ സ്ഥൂലമായി കാണുന്നതെല്ലാം ഈ ഞാൻ തന്നെയാണ്. കാരണം എല്ലാം പരമാണുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ അണുവായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. അതിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവും ഞാൻ തന്നെയാണ്. അതാണ് ഭൂതഭാവനഃ. അഹം വൈ ഭൂതഭാവനഃ. ആ ചരാചര പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവനും അതിൻ്റെ മൂലകാരണവും ഈ ഞാൻ തന്നെയാണ്. ശബ്ദബ്രഹ്മ, പ്രപഞ്ച തത്വത്തെ പ്രകാശിപ്പിക്കുന്ന വാങ്മയമായ വേദവും, പരം ബ്രഹ്മ, പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ പരബ്രഹ്മവും, ഉഭേ ഈ രണ്ടും, മമ എൻ്റെ, ശാശ്വതീ തനു നിത്യസത്യങ്ങളായ തനു രൂപങ്ങളാകുന്നു. 52-ാമത്തെ ശ്ലോകം. ലോകേ വിതതം ആത്മാനം ലോകം ച ആത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ച ഏവ ഉഭയം കൃതം. ആത്മാനം, ജീവചൈതന്യത്തെ, ലോകേ വിതതം, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഓരോന്നിലും വ്യാപിച്ചതായും, ലോകം, ഈ ദൃശ്യപ്രപഞ്ചത്തെ, ആത്മനി, ജീവചൈതന്യത്തിൽ, സന്തതം ച വ്യാപിച്ചതായും, ഉഭയം ഈ രണ്ടും, അതായത് ജീവചൈതന്യവും ദൃശ്യപ്രപഞ്ചവും, മയാ വ്യാപ്തം ച എന്നാൽ വ്യാപിക്കപ്പെട്ടതാണ്, ഞാനാണ് ഇവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നത്. ഇനി മയിയേവ എന്നിൽ തന്നെയാണ് ഉഭയം കൃതം ച ഇത് രണ്ടും കൽപ്പിതമായത്
എന്ന് കണ്ടുകൊള്ളണം. ഇത് തികച്ചും വേദാന്തമായ കാര്യമാണ്, പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാനുള്ള ഒന്നുമല്ല. ഇത് നമ്മുടെ അനുഭവത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഈ കാണുന്നത് മായാകൽപിതമാണ് എന്നതിന് എപ്പോഴും പറയുന്ന ഉദാഹരണം ആണ് സ്വപ്നം. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. 53, 54 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. യഥാ പ്രസുപ്തഃ പുരുഷഃ വിശ്വം പശ്യതി ച ആത്മനി ആത്മാനം ഏകദേശസ്ഥം മന്യതേ സ്വപ്ന ഉത്ഥിതഃ. 54 ഏവം ജാഗരണാദീനി ജീവസ്ഥാനാനി ച ആത്മനഃ മായാമാത്രാണി വിജ്ഞായ തത് ദ്രഷ്ടാരം പരം സ്മരേത്. യഥാ എപ്രകാരമാണോ പ്രസുപ്തഃ ഉറങ്ങിയിരിക്കുന്ന പുരുഷഃ മനുഷ്യൻ ആത്മനി തൻ്റെ ഉള്ളിൽ വ്യാപകമായ വിശ്വം ലോകത്തെ പശ്യതി ച കാണുന്നു. നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഏതൊക്കെയോ ലോകങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്നു. സ്വപ്നേ ഉത്ഥിതഃ ഉറങ്ങുന്ന ആൾ താൻ എഴുന്നേറ്റതായിട്ട് കാണുന്നു. ആത്മാനം തന്നെ മാത്രം ഏകദേശസ്ഥം ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നതായി മന്യതേ കരുതുകയും ചെയ്യുന്നു. ഏവം അപ്രകാരം ജാഗരണാദീനി ജീവസ്ഥാനാനി ജാഗ്രത സ്വപ്നം മുതലായിട്ടുള്ള ജീവ ഉപാധിയായ ബോധത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെ ആത്മനഃ ജീവാത്മാവിനെ സംബന്ധിച്ച മായാമാത്രാണി മായാകാര്യം മാത്രമാണെന്ന് വിജ്ഞായ ശരിക്കറിഞ്ഞിട്ട് തത് ദ്രഷ്ടാരം അവയുടെ സാക്ഷാത് ദ്രഷ്ടാവിനെ പരം അവയിൽ നിന്ന് അതീതനായിരിക്കുന്ന പരമാത്മാവായിട്ട് സ്മരേത് ധരിച്ചുകൊള്ളുക. സ്വപ്നം കാണുമ്പോൾ അത് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു, പക്ഷെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല. ഇതേപോലെ നമ്മളൊക്കെ ഈ മായയിൽ ഉറങ്ങിക്കിടക്കുകയാണെന്നും ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടൊരു പരമാത്മ സ്വരൂപം ഉണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ പരമാത്മാവിനെ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സ്വപ്നാവസ്ഥ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഈശ്വരനെ ഒന്ന് അനുമാനിക്കാം. എങ്ങനെ എന്ന് പറയുന്നു 55-ാമത്തെ ശ്ലോകം. യേന പ്രസുപ്തഃ പുരുഷഃ സ്വാപം വേദാത്മനഃ തദാ സുഖം ച നിർഗുണം ബ്രഹ്മ തം ആത്മാനം അവേഹി മാം. പ്രസുപ്തഃ പുരുഷഃ നിദ്രയിൽ മുഴുകിയ ആ ജീവൻ യേന യാതൊരു ആത്മപ്രകാശത്താൽ നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിയുടെ പ്രകാശത്താലാണ് നമ്മൾ സ്വപ്നത്തിൽ വെളിച്ചം കാണുന്നത്. നമ്മൾ ഇരുട്ടത്താണ് ഉറങ്ങുന്നതെങ്കിലും ഉറക്കത്തിലുള്ള ആ സ്വപ്നത്തിൽ വെളിച്ചമുണ്ട്. അപ്പോൾ അത് ബുദ്ധിയുടെ പ്രകാശമാണ്, ആത്മപ്രകാശമാണ്. ആ ആത്മപ്രകാശത്താൽ ആത്മനഃ സ്വാപം തൻ്റെ ഉറക്കത്തെയും നിർഗുണം അതീന്ദ്രിയമായ സുഖം ച സൗഖ്യത്തെയും തഥാവേദ ആ നേരത്ത് അറിയുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടി എന്നും നമ്മൾ അറിയുന്നുണ്ട്. അതേസമയം കുറച്ചു നേരത്തേക്ക് എന്തൊക്കെയോ സ്വപ്നം കണ്ടു എന്നും രണ്ടും നമ്മൾ അറിയുന്നു. അപ്പോൾ മനസ്സ് പോലും നിശ്ചലമായ നമ്മൾ ഇത്ര സുഖമായി ഉറങ്ങി എന്ന് ആരറിഞ്ഞു? ആ ദ്രഷ്ടാവാരാണ്? അപ്പോൾ ഇതെല്ലാം വേദ ആരാണോ അറിയുന്നത്? ബ്രഹ്മ സർവവ്യാപ്തമായ തം ആത്മാനം ആ ദ്രഷ്ടാവായ ആത്മാവായിട്ട് മാം അവേഹി എന്നെ അറിഞ്ഞുകൊള്ളുക. ഈ സ്വപ്നത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അറിയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം അറിയുന്നതും അനുഭവിക്കുന്നതും ആ ജീവാത്മാവാണ് എന്ന് പറയുന്നു. 56-ാമത്തെ ശ്ലോകം. ഉഭയം സ്മരതഃ പുംസഃ പ്രസ്വാവ പ്രതിബോധയോഃ അന്വേതി വ്യതിരിച്യേത തജ്ഞാനം ബ്രഹ്മ തത്പരം. ഉഭയം രണ്ടും, അതായത് ഉറക്കവും ഉണർവും, ഈ രണ്ടവസ്ഥകളെയും സ്മരതഃ നമ്മൾ ഓർക്കാറുണ്ട്. ഞാൻ ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള പുംസഃ ജീവന്റെ
പ്രസ്വാപ പ്രതിബോധയോഹോ, ആ സുഷുപ്തി അവസ്ഥയിലും പ്രതിബോധത്തിങ്കിലും ആ ബോധത്തിലും യാതൊന്ന് അന്വേതി, ഇതിലെല്ലാം ഈ ചൈതന്യം ചേർന്നിരിക്കുന്നുണ്ട്, എന്നാൽ ഇതിനോടൊന്നും ഒട്ടുന്നുമില്ല, ഒട്ടാതെ ഇരിക്കുന്നു. അതാണ് വ്യതിരിച്ഛേദ. ഒരേ സമയം നമ്മൾ ഉണർന്നിരിക്കുന്നതിനും നമ്മൾ സ്വപ്നം കാണുന്നതിനും ഒക്കെ കാരണം ആ ചൈതന്യം ഉള്ളതാണ്. ആ ചൈതന്യം വിട്ടുപോയാൽ പിന്നെ നമ്മെ മരിച്ചു എന്നാണ് പറയുക. അപ്പോൾ ആ ചൈതന്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്നാൽ ആ ചൈതന്യത്തിന് നമ്മുടെ യാതൊരു വികാരങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇങ്ങനെ എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു തദ്ജ്ഞാനം പരം ബ്രഹ്മ, ഇതിൽ നിന്നെല്ലാം അതീതമായ സർവവ്യാപ്ത ചൈതന്യമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അറിവ് നമുക്ക് കിട്ടാൻ കാരണം ആ ചൈതന്യം തന്നെയാണ്, ബോധമാണ് ഇതെല്ലാം അറിയുന്നത്. തത് ആത്മാനം അവേഹി, അതിനെ നിങ്ങൾ ആത്മാവായിട്ട് അറിയുക. ഈ ലോകത്തിലുള്ള നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഞാൻ ഒരു വ്യക്തിയാണ്, വേറെ തന്നെ ഒരു വ്യക്തിയാണ് എന്ന ചിന്തയാണ്. ഞാൻ എന്ന ഈ ശരീരം ആ ഈശ്വരന്റെ ഒരു ഉപകരണം മാത്രമാണെന്ന സത്യബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ പിന്നെ നമുക്ക് ജീവിതം അത്രയേറെ രസകരമായി തീരുമെന്നാണ് പറയുന്നത്. 57-ാമത്തെ ശ്ലോകം. യത് ഏതത് വിസ്മൃതം പുംസഃ മദ്ഭാവം ഭിന്നം ആത്മനഃ തതഃ സംസാരഃ ഏതസ്യ ദേഹാത് ദേഹഃ മൃതേഹ മൃതിഹി. ഏതത്, ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള മദ്ഭാവം, എൻ്റെ ഈ ഒരു യഥാർത്ഥ തത്വം, വിസ്മൃതം യത്, എപ്പോഴാണോ ഒരു മനുഷ്യൻ വിസ്മരിക്കുന്നത്, ആരായാലും അവൻ ആ സമയത്ത് പുംസഹ, ആ ജീവന് ആത്മനഃ ഭിന്നം, ഈ പരമാത്മാവിൽ നിന്ന് ഞാൻ വേറെ തന്നെ ഒരു വ്യക്തിയാണെന്ന ഭേദഭാവം സംഭവിക്കുന്നു. തതഃ, അത് കാരണമാണ് ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന ഏതസ്യ, ഈ ജീവന് ഉണ്ടാകുന്ന സംസാരഃ, ഈ ലോകത്ത് ഞാൻ ഒരാൾ ജീവിച്ചിരിക്കുന്നു, എനിക്കിങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ഈ ഒരു സംസൃതി, അത് സുഖമായാലും ദുഃഖമായാലും ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ഭേദഭാവത്തിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹമുണ്ടായി, ഇതാ ഒരു പുതിയ കുഞ്ഞ് ജനിച്ചു, ഇനി അയ്യോ അയാൾ മരിച്ചുപോയി, അതാണ് മൃതേഹേ മൃതിഹി, മരണത്തിൽ നിന്ന് മറ്റൊരു മരണവും, ഒരു പുതിയതായിട്ടൊരു ജീവൻ ഉണ്ടാകുന്നു, ദാ ഇയാൾ മരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാകുന്നതും ഈ വിസ്മൃതി കൊണ്ടാണ്, ആത്മവിസ്മൃതി കൊണ്ടാണ്. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഭഗവാനെ എനിക്ക് സുഖം തരണേ, ശാന്തി തരണമേ. ഈ ശാന്തിയും സുഖവും കിട്ടാൻ ഭഗവാന് ചെയ്യാനായിട്ടൊന്നുമില്ല, അത് ചെയ്യേണ്ടത് നമ്മളാണെന്ന് ഭഗവാൻ പറയുന്നു. 58-ാമത്തെ ശ്ലോകം. ലബ്ധ്വാ ഇഹ മാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന സംഭവാം ആത്മാനം യഹ ന ബുദ്ധ്യേത ന ക്വചിത് ശമം ആപ്നുയാത്. ജ്ഞാനവിജ്ഞാന സംഭവാം, ജ്ഞാനവും വിജ്ഞാനവും ലഭിക്കാൻ പ്രാപ്തമായ ബുദ്ധിശക്തിയോടുകൂടെ ജനിക്കുന്ന മാനുഷീം, ആ മാനുഷികമായ യോനിം, ജന്മത്തെ, ഇഹ ലബ്ധ്വ, ഈ ഭൂമിയിൽ ലഭിച്ചിട്ട്, യഹ, യാതൊരുവൻ, ഈ ഒരു സത്യത്തെ, ആത്മാനം, ഞാൻ ആരാണ് എന്ന ആ സത്യത്തെ, എന്ന ബുദ്ധ്യേത, അറിയുന്നില്ലയോ, അവന് ജന്മം തന്നെ ക്വചിത്, ഒരിടത്തു നിന്നും, ശമം, മനഃശാന്തിയെ, ന ആപ്നുയാത്, പ്രാപിക്കുകയില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മനഃശാന്തിക്ക് ജപിക്കേണ്ട മന്ത്രമേതാണ്? അങ്ങനെ ഒരു മന്ത്രമില്ല. ആത്മവിചാരം ചെയ്യുകയല്ലാതെ ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഒരു മന്ത്രസാധന കൊണ്ടും സാധിക്കില്ല. മന്ത്രസാധനയൊക്കെ നമ്മുടെ ഉള്ളിലെ ആ പാപബോധത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പാപവാസനയെ ഇല്ലാതാക്കാൻ, ഇങ്ങനെയൊക്കെ ഉരച്ചുരച്ച് കഴുകാം എന്നല്ലാതെ, ശാന്തിയും സമാധാനവും വേണമെങ്കിൽ
നമ്മുടെ ചിന്താഗതി മാറണം, കാഴ്ചപ്പാട് മാറണം. വിശാലമായിട്ട് ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള വിശാല ഹൃദയം നമുക്കുണ്ടാവണം. എല്ലാറ്റിലും ഈശ്വരനെ കണ്ടിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഒന്നും നേടാനില്ല, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നുമില്ല എന്ന സത്യത്തെ അംഗീകരിക്കണം. ഇതൊക്കെ മനസ്സിൽ ഉറച്ചു കിട്ടുമ്പോൾ ശാന്തിയും സമാധാനവും തനിയെ വന്നു ചേരും. ഭഗവാനായിട്ട് എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ തീർത്തു തന്നാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അങ്ങനെ ഒരു സന്തോഷവും ഈ ഭൗതിക ലോകത്ത് നിന്ന് കിട്ടുകയില്ല. കാരണം പലതവണ പറഞ്ഞതാണ്, ഈ ലോകത്തിനെ ഒരു വ്യവസ്ഥയില്ല, ഒരു സ്ഥിരതയില്ല. ഒരു സ്ഥിരതയുമില്ലാത്ത ഈ ലോകത്തിൽ നിന്ന് ഒരു സ്ഥിരതയുമുള്ള സുഖം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു 59-ാമത്തെ ശ്ലോകം, സ്മൃത്വാ ഈഹായാം പരിക്ലേശം തതഃ ഫലവിപര്യം അഭയം ച അപി അനീഹായാം സങ്കൽപാത് വിരമേത് കവിഹി. ഈ ലോകത്ത് നമ്മൾ ജനിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യണം. പക്ഷേ ബുദ്ധിയുള്ളവൻ കാലക്രമേണ മനസ്സിലാക്കണം, ഈഹായാം പരിക്ലേശം, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴുമുള്ള കഷ്ടപ്പാടിനെ മനസ്സിലാക്കണം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾ പഠിച്ച് കഷ്ടപ്പെടുന്നു. മുതിർന്നവരുടെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ, അവർ പറയുന്ന ചട്ടക്കൂടിനുള്ളിൽ ജീവിച്ച് സ്വതന്ത്രരല്ലാതെ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട് തീർച്ചയായിട്ടും. ഇനി മുതിർന്നവരോ, അവർക്ക് വീടൊക്കെ ഒന്ന് കുടുംബം നല്ല രീതിയിൽ നോക്കാനായിട്ട് അവർ കഷ്ടപ്പെടുന്നു. രാവും പകലും പല രീതിയിൽ കഷ്ടപ്പെടുന്നു. ചിലർ ശാരീരികമായി അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു, ചിലർ മാനസികമായി ചിന്തിച്ച് കഷ്ടപ്പെടുന്നു. ഇങ്ങനെ കഷ്ടപ്പാട് തന്നെയാണ് ജീവിതം. ഇതിനിടയിൽ നമ്മളായിട്ട് ചില സന്തോഷങ്ങൾ, പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചില സന്തോഷങ്ങൾ കണ്ടെത്തുന്നതാണ്. എന്നാൽ ഈ കഷ്ടപ്പാടിനും ചിലപ്പോൾ തതഃ ഫലവിപര്യം, അതിൽ നിന്ന് വിപരീത ഫലവും ഉണ്ടാകാം. ഇതൊക്കെ ഒന്ന് കണ്ടറിയണം. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയല്ല, ചിന്തിക്കണം, ഇതെന്താണ് ഈ ജീവിതം? എത്ര കാലമായി ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നു? ഇതിനാണോ ഇങ്ങനെ നമ്മൾ വന്ന് ജീവിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ചിട്ട് അനീഹായാം, ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാൻ എന്നിലൂടെ ഈ ലോകത്ത് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഞാൻ ഒരു ഉപകരണം മാത്രമാണ് എന്ന രീതിയിൽ കർമ്മവും കർമ്മഫലവും എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുമ്പോൾ ആ ഒരു നിവൃത്തി മാർഗത്തിലുള്ള അഭയം, ഭയമില്ലാത്ത, താൻ ഒരു കൈക്കുമ്പിളിൽ സ്വസ്ഥമായിട്ട് കിടക്കുകയാണെന്ന ആ സുരക്ഷാബോധം. അപ്പോൾ ഞാൻ ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ്, ഞാനായിട്ട് ഇങ്ങനെ ഓരോന്നും ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ സ്മൃത്വ, ഇതിങ്ങനെ ചിന്തിക്കണം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അല്ല, ജോലി എടുക്കുമ്പോഴായാലും ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ചിന്തിച്ചിട്ട് കവിഹി, അറിവുള്ളവൻ, ബോധമുള്ളവൻ, സങ്കൽപ്പാത്, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചാലാണ് എനിക്ക് സന്തോഷം എന്ന ആ ഫല അഭിസന്ധിയിൽ നിന്ന് വിരമേത്, പിന്മാറണം. അപ്പോഴേ നിങ്ങൾക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. ഒരു കർമ്മം ചെയ്ത് ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് എന്നും എല്ലാ കാലത്തും സുഖം അനുഭവിക്കാമെന്ന് ചിന്തിക്കുകയേ അരുത്. എല്ലാ സുഖവും താൽക്കാലികമാണ്. അതിനെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. 60-ാമത്തെ ശ്ലോകം, സുഖായ ദുഃഖമോക്ഷായ കുർവാതേ ദമ്പതി ക്രിയാഃ തതഃ അനിവൃത്തിഃ അപ്രാപ്തിഃ ദുഃഖസ്യ ച സുഖസ്യ ച. ദമ്പതി, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ഇവർ രണ്ടുപേരും ഒരു കുടുംബമായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും എന്തിനാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം?
എന്ന് ചോദിച്ചാൽ സുഖായ, എനിക്ക് സുഖമായിട്ടിരിക്കണം. എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? എനിക്ക് സുഖമായിട്ടിരിക്കണം. രാവും പകലും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. അവരോടും ചോദിക്കൂ, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സുഖമായി ജീവിക്കാൻ. എപ്പോഴാണ് ഈ സുഖം? മക്കളൊക്കെ വലുതായിട്ടാണോ? അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞ എത്രയോ ആളുകളുണ്ട്, അവർക്ക് സുഖമാണോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴേ സുഖമായിട്ടിരിക്കാൻ പരിശീലിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് സുഖത്തിനും ദുഃഖമോക്ഷായ, ദുഃഖ നിവൃത്തിക്കും വേണ്ടി ക്രിയാഹ കുറുവാതെ, പല പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം? തതഹ, ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ദുഃഖസ്യ അനിവൃത്തി, ദുഃഖത്തിന്റെ അനിവൃത്തി, അതായത് ദുഃഖമില്ലാതാകുന്നില്ല. സുഖസ്യ അപ്രാപ്തി, കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടൊരു സുഖം എന്നത് ആർക്കും ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നിട്ടും നമ്മളൊക്കെ പറയുന്നത്, ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, നാളെ സുഖമായിട്ടിരിക്കാം. ഈ നാളെ എപ്പോഴാണ്? അതൊന്ന് ആലോചിക്കൂ. എപ്പോഴാണ് ഈ നാളെ? അങ്ങനെയൊന്നില്ല. അങ്ങനെ സുഖിക്കാനായിട്ടൊരു കാലം അങ്ങനെയൊന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് സുഖിക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നു. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്കറിയില്ല. ആ അടുത്ത നിമിഷവും ഇതേപോലെ എന്തെങ്കിലും മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം ചെയ്ത് നിങ്ങൾ സന്തുഷ്ടരാണോ? ഹാപ്പിയാണോ? എങ്കിലാണ്. അല്ലാതെ കുറെ ബാങ്കിൽ സമ്പാദിച്ചു വെച്ച്, കുറെ സ്ഥലം വാങ്ങിച്ചു വെച്ച്, എന്നിട്ട് നാളെ സന്തോഷിക്കാം എന്ന് ചിന്തിച്ചവരൊക്കെ വിഡ്ഢികളായിട്ട് ഈ ലോകത്ത് നിന്ന് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. ജോലി തിരക്കെന്നും പറഞ്ഞ് ഈ കുടിക്കുന്നതും തിന്നുന്നതും അറിയാതിരിക്കരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. കാരണം ഈ അധ്വാനിക്കുന്നത് മുഴുവൻ ഇത് തിന്നാനാണ്. എന്നിട്ടോ ആ ജോലി തിരക്കെന്നും പറഞ്ഞിട്ട് ഈ കഴിക്കുന്നത് ആസ്വദിക്കാതിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത്, പ്രഭാതത്തെ ആസ്വദിക്കുക, കിളികളുടെ ശബ്ദം ആസ്വദിക്കുക, സൂര്യപ്രകാശം നോക്കി ആസ്വദിച്ചുകൊണ്ട് ഒരു കാപ്പി കുടിക്കുക, ചായ കുടിക്കുക. മനസ്സിനെ ഒന്ന് ഉണർത്താനായിട്ട് യോഗയോ ധ്യാനമോ പ്രാക്ടീസ് ചെയ്യുക. കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കായിട്ട് കുറച്ചൊക്കെ മാറ്റി വെക്കാം, തീർച്ചയായും വേണം. അല്ലാതെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും നമുക്ക് ഏകദേശം ഒരു ബജറ്റ്, ഒരു മാസത്തെ അത് കണക്ക് കൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു നേരത്തെ ആഹാരമെങ്കിലും ഏതെങ്കിലും ഒരു പാവത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതൊക്കെയാണ് മനസ്സിനൊരു സന്തോഷം തരുന്നത്. അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം അത് നമ്മുടെ ഉള്ളിൽ സന്തോഷമാകും. കാരണം അപ്പോൾ സന്തോഷിക്കുന്നത് ഈശ്വരനാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ സുഖ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നതിനനുസരിച്ചാണ്. ഏതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്? ചെയ്യുന്ന ജോലി ആസ്വദിക്കുക, വീട്ടിൽ മക്കൾ ഉള്ളപ്പോൾ മക്കളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുക, എല്ലാം ജീവിത പങ്കാളിയുമായിട്ടുള്ള രസനിമിഷങ്ങൾ ആസ്വദിക്കുക, സുഹൃത്തുക്കളുമായിട്ടുള്ള നേരം പോക്ക് ആസ്വദിക്കുക. ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ ഇതുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക, ഓരോ ദിവസവും ആസ്വദിക്കുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, ആർക്കു വേണ്ടിയും ഒന്നും കാത്തുവെക്കേണ്ടതും ഇല്ല. പിന്നെ സ്വാഭാവികമായും നമ്മുടെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും. ഭാവിയിൽ അസുഖം വന്നാലോ, ഈ അസുഖം വന്നാലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അസുഖം വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അസുഖം വന്നാലോ എന്ന് ചിന്തിച്ചിരിക്കേണ്ട. എന്നാലും കുറച്ചൊക്കെ സമ്പാദിച്ചോളൂ, പക്ഷെ ഈ ഒരുപാടങ്ങ് സമ്പാദിച്ചു വെക്കാതെ അപ്പോഴുള്ള സന്തോഷത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലും
ആ പണം ചെലവാക്കാൻ നമുക്ക് സാധിക്കണം. എന്തിനെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്നൊക്കെ സുഖം കിട്ടുമെന്ന നമ്മുടെ മൂഢ സ്വപ്നത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വിചാരം ചെയ്യണം. അതാണ് 61, 62 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. ഏവം വിപര്യം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനഃ ച ഗതിം സൂക്ഷ്മാം സ്ഥാനത്രയ വിലക്ഷണാം. 62 ദൃഷ്ടശ്രുതാഭിഃ മാത്രാഭിഃ നിർമുക്തഃ സ്വേന തേജസാ ജ്ഞാനവിജ്ഞാനസന്തുഷ്ടോ മദ്ഭക്തഃ പുരുഷോ ഭവേത്. വിജ്ഞാഭിമാനിനാം, ഞാൻ പ്രവൃത്തി ചെയ്യുന്നു, ഇതുകൊണ്ട് എനിക്ക് സുഖിക്കാം എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്ന നൃണാം, മനുഷ്യർക്ക് ഏവം ഇപ്രകാരം ഒട്ടും പ്രതീക്ഷിക്കാത്ത വിപര്യം, തിരിച്ചടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതുപോലെ സ്ഥാനത്രയ വിലക്ഷണം, സ്ഥാനത്രയം 3 സ്ഥാനങ്ങൾ എന്നാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെയുള്ള അവസ്ഥാത്രയത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ആത്മനഃ സൂക്ഷ്മാം ഗതിം ച, ആത്മാവിൻ്റെ സൂക്ഷ്മമായ ഗതിയെക്കുറിച്ചും ബുദ്ധ്വാ, മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ജപിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, പക്ഷെ ഇത് ചെയ്യണം. ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ജപിക്കാൻ പലരും പറയും സമയമില്ല എന്ന്, പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രത്യേകിച്ചൊരു സമയം ആവശ്യമില്ല. അനാവശ്യമായ ചിന്തകൾ വിട്ടിട്ട് ഇത്തരം ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. എന്നിട്ട് ദൃഷ്ടശ്രുതാഭിഃ, കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായ മാത്രാഭിഃ, വിഷയങ്ങളാൽ നിർമുക്തഃ, നിശേഷം വിമുക്തനായിട്ട് സ്വേന തേജസ, സ്വകീയമായ വിവേകശക്തിയാൽ ജ്ഞാനവിജ്ഞാന സന്തുഷ്ടഃ, ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നേടണം. എന്നിട്ട് ആ അറിവ് ജീവിതത്തിൽ പ്രയോഗിച്ചിട്ട് ആ പരോക്ഷമായ അനുഭവം, ഈശ്വരാനുഭവം നേടണം. എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടായി എന്ന് മനസ്സിലാവുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ, നമുക്ക് പ്രിയപ്പെട്ട ഒന്നും സംഭവിക്കാതെ, പ്രിയപ്പെട്ട ഒരാളെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരുന്നാലും ഒരു സന്തോഷമുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു. ഇങ്ങനെ സന്തുഷ്ടനായി ഭവിച്ച പുരുഷഃ, അങ്ങനെ വിചാരം ചെയ്ത് മനസ്സിൽ ഈശ്വരനെ അനുഭവിക്കുന്ന ആ മനുഷ്യൻ മദ്ഭക്തഃ ഭവേത്, എൻ്റെ ഭക്തനായി ഭവിക്കുന്നതാണ്. കാരണം ഇവിടെ നോക്കുമ്പോഴൊക്കെ ഭഗവാന്റെ മാഹാത്മ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എത്രയെത്ര വൈവിധ്യമുള്ള ചെടികളാണ്, പക്ഷികളാണ്, മൃഗങ്ങളാണ്. മനുഷ്യരിൽ തന്നെ കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെ, അതായത് ശരീരം കൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്, സ്ത്രീ പുരുഷ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എത്ര തരം മനസ്സാണ് മനുഷ്യന്, എത്ര തരം ചിന്തകളാണ്, എത്ര തരം കഴിവുകളാണ്, എന്തൊക്കെ രീതിയിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത്. അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴാണ് സൃഷ്ടിയുടെ ആ വൈവിധ്യം, ഇതൊക്കെ ഇങ്ങനെ സംവിധാനം ചെയ്ത ആ മഹാനായ കലാകാരനായ ഈശ്വരന്റെ പ്രതിഭ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിച്ചു നോക്കൂ. സ്വാഭാവികമായി സന്തോഷം ഉള്ളിൽ അങ്ങനെ ഉറവ പൊട്ടുന്നതാണ്. നമ്മൾ എന്തൊക്കെ സാധന ചെയ്താലും ആ സാധനകളൊക്കെ വഴികൾ മാത്രമാണെന്നറിയണം. ഒരിക്കലും ആ വഴിയിൽ അങ്ങ് സ്റ്റക്കാവരുത്. അതായത് ഒരുപാട് ജപിക്കുന്നു, ആ ജപം എന്തിനു വേണ്ടിയാണ് അതറിയണം. സ്തോത്രം ജപിക്കുന്നു, വ്രതങ്ങൾ എടുക്കുന്നു, ക്ഷേത്ര ദർശനം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ പുരാണങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു, എന്തിനു വേണ്ടി? അതാണ് 63-ാമത്തെ ശ്ലോകം. ഏതാവാനേവ മനുജൈഹി യോഗ നൈപുണ ബുദ്ധിഭിഃ സ്വാർത്ഥഃ സർവാത്മനാ ജ്ഞേയഃ യത് പരാത്മ ഏകദർശനം. യോഗ നൈപുണ ബുദ്ധിഭിഃ, ഈശ്വരനെ അറിയാനായിട്ട് ചെയ്യുന്ന സാധനകളൊക്കെ വഴികളാണെന്ന് മനസ്സിലാക്കി ആ യോഗമാർഗങ്ങളിലൂടെ നൈർമല്യം വരുത്തണം. നൈർമല്യം വന്നു ചേർന്ന അന്ധകരണത്തോടു കൂടിയ മനുഷ്യരായി തീരുകയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം.
ജപമാകട്ടെ, സ്തോത്രാലാപനമാകട്ടെ, പുരാണ പാരായണവും പഠനവുമാകട്ടെ, എല്ലാറ്റിൻ്റെയും ലക്ഷ്യം അന്തഃകരണ ശുദ്ധിയാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടുന്നുവോ അത്രയും പെട്ടെന്ന് ഈശ്വരനെ കിട്ടും. ഇങ്ങനെ മനുജൈഹി സർവാത്മനാ ജ്ഞേയഃ, എല്ലാ പ്രകാരത്തിലും അറിയപ്പെടുവാനുള്ള സ്വാർത്ഥഃ, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, ആ പ്രയോജനം ഏതാവാനേവ, ഇതാണ്. എന്ത്? യത് പരാത്മ ഏകദർശനം, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിൻ്റെ ഒരു കണികയാണ് ഞാൻ എന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. ഇത് നേടുകയാണ് ജീവിത ലക്ഷ്യം. ഇത്രയും പറഞ്ഞിട്ട് ചിത്രകേതുവിനോട് അനുഗ്രഹ വചസ്സുകളായിട്ട് പറയുന്നു. 64-ാമത്തെ ശ്ലോകം. ത്വം ഏതത് ശ്രദ്ധയാ രാജൻ അപ്രമത്തോ വചോ മമ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ധാരയന്നാശു സിദ്ധ്യസി. ഹേ രാജൻ, ചിത്രകേതു രാജാവേ, ത്വം അപ്രമത്തഃ, ഞാൻ ഈ പറഞ്ഞത് തെറ്റുപറ്റാതെ ശ്രദ്ധയോടെ, മമ ഏതതു വചഃ, എൻ്റെ ഈ വചനത്തെ ശ്രദ്ധയാ, വിശ്വാസത്തോടെ, ഇത് സത്യമാണെന്ന വിശ്വാസത്തോടെ, ധാരയൻ, കേട്ട് ധരിച്ച്, ജ്ഞാന വിജ്ഞാന സമ്പന്നഃ, ആദ്യം ഈ അറിവ് നേടി അത് ജീവിതത്തിൽ പ്രയോഗിച്ച് അത് അനുഭവപ്പെട്ടുകൊണ്ട്, ആശു സിദ്ധ്യസി, എത്രയും പെട്ടെന്ന് ഒരു സിദ്ധനായി ഭവിക്കുമെന്ന അനുഗ്രഹം ചൊരിയുകയാണ് സംഘർഷണമൂർത്തി. ശ്രീ ശുക ഉവാച. 65-ാമത്തെ ശ്ലോകം. ആശ്വാസ്യ ഭഗവാൻ ഇത്തം ചിത്രകേതും ജഗദ്ഗുരുഃ പശ്യതഃ തസ്യ വിശ്വാത്മാ തതഃ ച അന്തർദധേ ഹരിഃ. ഭഗവാൻ ജഗദ്ഗുരുഃ വിശ്വാത്മാ ഹരിഃ. ജഗദ്ഗുരുവും സകല ലോകസ്വരൂപനുമായ ഭഗവാൻ ശ്രീഹരി തന്നെ ആയിരിക്കുന്ന സംഘർഷണമൂർത്തി, ഇത്തം ഇപ്രകാരം ചിത്രകേതും ആശ്വാസ്യ, ചിത്രകേതുവിനെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച്, തസ്യ പശ്യതഃ, അദ്ദേഹം നോക്കി നിൽക്കവേ തന്നെ, തതഃ ച അവിടെ നിന്ന്, അന്തർദധേ തിരോധാനം ചെയ്തു. അങ്ങനെ ചിത്രകേതുവിൻ്റെ സംഘർഷണ സ്തുതിയും തുടർന്നുള്ള ഭഗവാന്റെ അനുഗ്രഹ വചസ്സുകളും പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതോഃ പരമാത്മദർശനം നാമ ഷോഡശോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.